ഇപ്പോൾ ഒരു സ്റ്റുഡൻസിനൊക്കെ ഷെങ്കൻ വിസ വെച്ചിട്ട് ട്രാവലിംഗ് എക്സ്പെൻസീവ് ആണോ, എങ്ങനെയാണ്, അഫോർഡബിൾ ആണോ? ഇല്ല, ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ആ സമയത്ത് ട്രാവൽ ചെയ്യും. ഇപ്പോൾ പാർട്ട് ടൈം ഒക്കെ ചെയ്യുന്നവർക്ക് ഡെഫിനറ്റ്ലി ഇപ്പം ബെൽജിയത്തിലോട്ടൊക്കെ പോകാനാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂർ പോകുന്ന പൈസ പോലും ആവത്തില്ല. സോ ബസ്സൊക്കെ ആണെങ്കിൽ 3 hours നമുക്ക് €10 ബസ് ടിക്കറ്റ് കിട്ടും. അപ്പം എല്ലാവരും വിചാരിക്കും ട്രാവലിംഗ് എക്സ്പെൻസീവ് ആണെന്ന്. പക്ഷേ യൂറോപ്പിൽ കുറച്ച് ട്രാവൽ ചെയ്യാനായിട്ട് വലിയൊരു എക്സ്പെൻസ് വരുന്നില്ല. പിന്നെ നമ്മൾ മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേ ആൻഡ് ഫുഡ് ആൻഡ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ഓക്കെ. സോ കരുണ ഏതൊരു പോയിന്റ് തൊട്ടായിരുന്നു ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തത്? കാരണം ഷെങ്കൻ വിസയാണ് കിട്ടുന്നത്, നമുക്ക് ഇത്രയും കൺട്രീസിൽ പോകാം. അപ്പോൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ട്രാവലിംഗ് ഒക്കെ തുടങ്ങാൻ പറ്റുമോ? ഞാൻ എൻ്റെ പേഴ്സണൽ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പാർട്ട് ടൈം ചെയ്യുന്ന ഒരാളായിരുന്നില്ല. ഞാൻ കെഡ്ജിലാണ് പഠിച്ചത്. ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് അവിടെ പാർട്ട് ടൈം ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. സോ ഞാൻ 2016 തന്നെ ട്രാവൽ ചെയ്തു, പക്ഷേ ടു മിലാൻ. ബിക്കോസ് ഫ്ലിക്സ് ബസ് ആണെങ്കിൽ 12 hours ഇരുന്ന് പോയാലും വലിയ കുഴപ്പമില്ലാത്തൊരു, എല്ലാവരും ട്രാവൽ ചെയ്യുന്നുണ്ട്, അപ്പം നമുക്കും ട്രാവൽ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പോയതാണ് മിലാനിൽ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നാട്ടിലോട്ട് വരുന്ന സമയത്ത് ജസ്റ്റ് ദുബായി പോയി. അത് നോട്ട് ഷെങ്കൻ കൺട്രി. പക്ഷെ പിന്നെ ഞാൻ UK പോയി. ഷെങ്കന് പോകുന്നതിന് മുമ്പ് ഞാൻ അല്ലാതെ കൺട്രീസാണ് ആദ്യം വിസിറ്റ് ചെയ്തത്. അപ്പോൾ UK എൻ്റെ കസിൻസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് UK വിസ ഇവിടെ നാട്ടിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്താണ് UK പോയത്. ആ സമയത്ത് എനിക്കൊരു 6 months വിസ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ 2021 പിന്നെ തിരിച്ച് ചെന്ന് ജോലിയിലൊക്കെ നിന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ട്രാവലിംഗ് ഒക്കെ തുടങ്ങിയത്. കുറേ ട്രാവൽ ചെയ്തിട്ടുള്ളത് ഫുൾ ടൈം ജോലി ആയിട്ടാണ്. അല്ലാതെ സ്റ്റുഡൻ്റായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ആകെ മിലാനിൽ മാത്രമേ, മിലാൻ UK ആൻഡ് ദുബായ് മാത്രമേ അങ്ങനെ ട്രാവൽ ചെയ്തിട്ടുള്ളൂ കൺട്രി പറയുവാണെങ്കിൽ. സ്റ്റുഡൻ്റായിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസിന് പറ്റുന്ന സംഭവമാണോ ഈ ട്രാവലിംഗ്? ടൈമും കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ സ്റ്റുഡൻസ് സ്ട്രഗിൾ ചെയ്താണ് ഫുൾ ടൈം ഇങ്ങനെ. ഇപ്പോൾ പഠിത്തം കഴിഞ്ഞ് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ട്. അപ്പോൾ അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പം അതിൽ നിന്ന് മാറ്റി വെച്ച് ട്രാവൽ ചെയ്യുക. പക്ഷെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് വീട്ടിലോട്ട് ഇപ്പം അത്രയും ഒരു പൈസ അയക്കേണ്ട, അങ്ങനെ വീട്ടുകാരുടെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുക്കേണ്ടാത്ത കുട്ടികൾക്കൊക്കെ വലിയ കുഴപ്പമില്ലാതെ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. അല്ലാത്തവർക്ക്, ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ആ ഒരു കിട്ടുന്ന ഇത് വെച്ചിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു 13+ കൺട്രീസിൽ ട്രാവൽ ചെയ്തപ്പം യൂറോപ്യൻ കൺട്രീസ് ആകുമ്പോൾ ഓരോ കൺട്രിയിലും ഓരോ ഭാഷയാണ് അല്ലേ? ഇപ്പോൾ ജർമ്മനിയിൽ ജർമ്മനാണ്, ഫ്രഞ്ചിൽ ഫ്രാൻസാണ്, അല്ല ഫ്രാൻസിൽ ഫ്രാൻസാണ്. സോ ഇത്രയും ഒരു ലാംഗ്വേജ് ഡിഫറൻസ് നമുക്കൊരു ട്രാവലിങ്ങിനൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഇപ്പോൾ സ്വീഡനിൽ പോയ ടൈമിൽ അവിടെ എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കും. ഇപ്പോൾ സ്വീഡൻ, ജർമ്മനി, നെതർലൻഡ്സിലൊക്കെ നമ്മൾ അവരോട് ഇങ്ങനെ ചോദിക്കേണ്ട നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാവോ, നമുക്ക് ഡയറക്റ്റ് അവരുടെ അടുത്ത് ഇംഗ്ലീഷിൽ സംസാരിക്കാം. പക്ഷെ ഫ്രാൻസിൻ്റെ പ്രശ്നം നമ്മൾ ചെന്ന് ചോദിക്കണം, പാലയോ ഓംഗ്ലേ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്ന് ചോദിച്ചിട്ടേ നമുക്കപ്പം ചിലപ്പോൾ ഒരു നോ പറയും, യെസ് പറയുവാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. പക്ഷേ ജർമ്മനി, സ്വീഡൻ ആൻഡ് നെതർലൻഡ്സ് ആണ് ഞാൻ പോയതിൽ എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര വെൽക്കമിങ് ആയിട്ട് തോന്നിയത്. അതേപോലെ ഫിൻലൻഡിൽ പോയ ടൈമിൽ ഹെൽസിൻകിയിലും ഒക്കെ എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരാണ്.